ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴതോരും മുമ്പേ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കണം കേട്ടോ. അതിനോടൊപ്പം വരുന്ന ഹൈപ്പ് എന്ന സ്റ്റാർ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അധികം ബോറൊന്നും അടുപ്പിക്കുന്നില്ല, നമ്മുടെ അലീനയുടെ ആ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ആ വിശേഷം എന്താണെന്ന് നമുക്ക് കേൾക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന നമ്മുടെ ബബിതയ്ക്ക് എത്രത്തോളം കോൺഫിഡൻറ്റ് കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കോൺഫിഡൻറ്റ് കൊടുക്കുകയാണ്. ആ മനസ്സിന് നല്ലൊരു ധൈര്യം വരെയാണ്. തനിക്ക് പോകാൻ മടിയില്ല, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനൊക്കെ തനിക്ക് പറ്റും എന്നൊക്കെ ഉള്ളൊരു ചിന്ത ബബിതയുടെ ഉള്ളിൽ വരെയാണ്. അങ്ങനെ അലീന മനുവും ബബിതയും കൂടെ ആയിട്ട് കോളേജിലൊക്കെ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തും തോറും ബബിതയുടെ ഉള്ളിലൊരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളെ കോളേജിലെത്തി കുട്ടികളെയൊക്കെ കണ്ടു. അങ്ങനെ മനുവും അലീനയും ബബിതയും കൂടെ ചേർന്നിട്ട് കോളേജിൻ്റെ അകത്തൂടെ വരെയാണ്. എന്നിട്ട് ആദ്യം പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് പോകണമല്ലോ. അപ്പോൾ ഈ കോളേജിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ബബിതയ്ക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമോ, എന്തെങ്കിലും കമൻ്റൊക്കെ പറയുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനായിരുന്നു ബബിതയുടെ ഉള്ളിൽ. ആ ഒരു ടെൻഷൻ അലീനയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. അലീന മറ്റൊന്നും ചിന്തിച്ചില്ല, ബബിതയുടെ കയ്യിലങ്ങ് പിടിച്ചിട്ട് നടക്കുകയാണ്. അപ്പം ബബിത നോക്കുമ്പോൾ അലീന തന്നെ ആരോ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് തള്ളിക്കൊണ്ടുപോകും പോലുള്ള ഒരു ഫീലിങ്സ് ബബിതയ്ക്ക് ഫീൽ ചെയ്യണം. ബബിതയ്ക്ക് എവിടെ നിന്നോ ഒരു എനർജി പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ടാണ് പോണത്. അപ്പോഴേക്കും അലീന കൈയുടെ മുറുക്കം ഒന്നും കൂടെ മുറുക്കി അങ്ങ് പിടിച്ചു ബബിതയുടെ. എന്നിട്ട് നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ബബിതയുടെ അടുത്ത് കമൻറ്റുകളൊന്നും അന്നേരമൊന്നും ആരും പറഞ്ഞില്ല. എന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചെന്നിട്ട് അലീന പറഞ്ഞു, ഞാൻ ബബിതയുടെ ചേച്ചിയാണ്, അപ്പോൾ ഞാൻ ഇന്നതുപോലെയാണ് മാഡം, കുറച്ച് ദിവസം ക്ലാസ്സിലൊന്നും വരാൻ പറ്റിയില്ല. പക്ഷേ സ്വന്തം സഹോദരനായ രോഹിത് നിരപരാധിയായിരുന്നു, ഒരു ഇതിൽ അകപ്പെട്ടു പോയതാണ്. അപ്പോൾ ഇപ്പോൾ ജാമ്യം കിട്ടി, ഇപ്പോൾ വീട്ടിലുണ്ട്. പക്ഷേ ആ ഒരു നാണക്കേടും അത് ബാക്കി കുട്ടികളെയും ഫ്രണ്ട്സിനെയും മറ്റുമൊക്കെ ഫേസ് ചെയ്യാനായിട്ട് ബബിതയ്ക്ക് പറ്റിയില്ലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അലീന ഓരോന്നായിട്ട് പ്രിൻസിപ്പലിനെ പറഞ്ഞ് വിശദീകരിക്കുകയാണ്. ആ സമയം പ്രിൻസിപ്പൾ പറഞ്ഞു, പക്ഷേ ക്ലാസ് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, ബബിതയ്ക്ക് വരായിരുന്നു. കാരണം നമ്മുടെ ജീവിതം, നമ്മുടെ ഇനി ഭാവി, ഇതൊക്കെ ഈ പഠനങ്ങളിലൂടെയല്ലേ ഇനി മുന്നോട്ട് പോകേണ്ടേ. അല്ലാണ്ട് വീട്ടിനകത്ത് തന്നെ റൂമിനകത്ത് ഇരുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സാരമില്ല, കഴിഞ്ഞു പോയ പോർഷൻസൊക്കെ മിസ്സുമാരുടെ അടുത്ത് എല്ലാം ചോദിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ എക്സാമാണ് വരാൻ പോകുന്നത്, അതിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പളും നല്ലൊരു ധൈര്യം നമ്മുടെ ബബിതയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെയൊക്കെ ആയപ്പോൾ ബബിതയ്ക്ക് നല്ലൊരു കോൺഫിഡൻറ്റ്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ക്ലാസ്സിൽ കയറാൻ പറയണം കേട്ടോ. അപ്പോൾ ബബിതയ്ക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അധികം പ്രകടിപ്പിച്ചില്ല. അങ്ങനെ പ്രിൻസിപ്പലിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ മൂന്നുപേരും കൂടെ ബബിതയുടെ ക്ലാസ്സിലോട്ട് പോവാണ്. അപ്പോൾ ക്ലാസ്സിലോട്ട് എത്തുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ആയിട്ട് ബബിതയുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും പിന്നെ കോളേജിൽ ഒട്ടുമുക്കാൽ ആൾക്കാർ ഈ സംഭവം ഒരുവിധം എല്ലാവരും അറിഞ്ഞൊരു കേസ് തന്നെയാണല്ലോ. ഈ ഒരു പീഡന വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ എല്ലാവരും കണ്ടും കേട്ടും അറിഞ്ഞ സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് പോണ പോക്കുണ്ടില്ലേ, പീഡനക്കാരൻ്റെ പെങ്ങൾ എന്തായിരുന്നു അവളുടെ ഒരു ജാട, അവളുടെയൊക്കെ അഹങ്കാരം, ഇപ്പം എന്തേ എന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് കമൻ്റ് ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ. അത് ബബിതയുടെ ചെവിയിൽ കേട്ടിട്ടുണ്ട്, എല്ലാവരും കേൾക്കുകയാണ്. അപ്പോൾ ബബിതയ്ക്ക് എന്തോ പോലൊരു ബുദ്ധിമുട്ട് പെട്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു മനസ്സിനൊരു ധൈര്യവും പേടിയും ഭയത്തോടു കൂടി ടെൻഷനോട് കൂടിയാണ് ക്ലാസ് റൂമിലോട്ട് ബബിത പോണത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു 2-3 ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പം ആ ധൈര്യമൊക്കെ ബബിതയുടെ ഉള്ളിൽ നിന്ന് അങ്ങ് ചോർന്നു പോവാണ്. അപ്പോൾ ബബിത പറഞ്ഞു, നമുക്ക് ഇന്ന് ക്ലാസ്സിൽ പോകണ്ടെന്ന് തീർത്തു പറയണം. അപ്പം അലീന പറഞ്ഞു, എന്താ മോളെ, എന്താ കുഴപ്പം, നമുക്ക് ഇന്ന് തന്നെ ക്ലാസ്സിൽ കയറാം, കുഴപ്പമൊന്നുമില്ല. അവരും ഇവരൊക്കെ ഓരോന്ന് പറയണ കേട്ട് നീ ഡൗൺ ആവണ്ട. നീ നിൻ്റെ ഭാവി, നിൻ്റെ ജീവിതം, അത് മാത്രം നീ ചിന്തിച്ചാൽ മതി. നിനക്ക് നാളെ പഠിച്ച് നല്ലൊരു ജോലി, നല്ലൊരു നിലയിലെത്തണം എന്നൊരു കാര്യം മാത്രം നീ മനസ്സിൽ ചിന്തിച്ചാൽ മതി. വേറെ ഒന്നും നീ ചിന്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അലീന പറയുന്നുണ്ട്. പക്ഷേ ബബിത അടുക്കുന്നില്ല. ബബിത പറയണ ഇന്ന് എന്തായാലും പോകണ്ട എന്നുള്ള രീതിയാണ്. അപ്പം മനു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾക്ക് അത്ര കോൺഫിഡൻ്റ് ഇല്ലെങ്കിൽ ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അലീന പറഞ്ഞേ,
അലീന നോക്കി ബബിതയുടെ മുഖത്ത്. എന്നിട്ട് അലീന ബബിതയുടെ കയ്യിലങ്ങ് പിടിച്ചിട്ട് ഈ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടികളുടെ അടുത്തിട്ട് ഈ ബബിതേനെയും കൊണ്ട് പോവുകയാണ്. ബബിത ആകെ അന്തളിക്കുകയാണ്. അലീന എന്താ ഈ കാണിക്കാൻ പോണേ എന്തെന്നറിയില്ല. അലീന ആ ധൈര്യം, കാരണം അലീന ചിന്തിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഈ നിമിഷം അവൾക്ക് ആ ധൈര്യം കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതോടുകൂടി അവളുടെ ധൈര്യവും കോൺഫിഡൻറ്റും എല്ലാം ചോർന്നു പോകും. ഈ സമയത്ത് അവൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും അതിന് തക്ക മറുപടി കൊടുക്കാനുമുള്ള ഒരു കോൺഫിഡൻറ്റ് അവളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അവൾക്ക് ഒരു പേടിയോ ഭയമോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഓർത്ത് നാണക്കേടോ ഒന്നും തന്നെ വരില്ല എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി. അലീന കൈ പിടിച്ച് ബബിതേനെ ആ കമൻറ്റ് പറഞ്ഞ കുട്ടികളുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ കുറേ കമൻറ്റുകളൊക്കെ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ വ്യക്തി ഒരു നിരപരാധിയായിട്ടുള്ള വ്യക്തിയായിരുന്നു. മറ്റുള്ളവർ ചതിയിൽപ്പെടുത്തി അവനെയും കൂടെ ജയിലിലിട്ടു. പക്ഷെ അവൻ്റെ നിരപരാധിത്വം തെളിഞ്ഞ് ഇന്നവൻ വീട്ടിലുണ്ട്. അവന് ജാമ്യം കിട്ടി. അത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? പിന്നെ ഈ പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? അവൾ ഈ സമൂഹത്തിൽ ആരോടെങ്കിലും ആ രീതിയിലാണോ പെരുമാറിയത്? അതോ അവളും ആ തെറ്റ് ചെയ്തോ? പിന്നെ എന്തിനാണ് നിങ്ങൾ അവളെ ക്രൂശിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങളും അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ? നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പിന്, നിങ്ങളുടെ ക്ലാസ്സിലുള്ളൊരു കുട്ടിക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറണത് എന്നൊക്കെ പറഞ്ഞിട്ടോ. ഒരു നിമിഷം എല്ലാവരും നിശബ്ദമായിട്ട് അങ്ങ് നിൽക്കണം കേട്ടോ. ആർക്കും ഒന്നും തിരിച്ച് അലീനയോട് പറയാൻ പറ്റുന്നില്ല. തിരിച്ച് അങ്ങനെ ഒരു കമൻറ്റ് വരും, ഇങ്ങനെ അലീന ഇങ്ങനെ വന്ന് പറയും എന്നുള്ള ഒരു ഇത് അവർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുട്ടികൾ അല്ലേ കോളേജൊക്കെ ആകുമ്പോൾ ഇതുപോലെയുള്ള കമൻറ്റുകളൊക്കെ അടിക്കുമല്ലോ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടിരിക്കുകയായിരിക്കും. പക്ഷേ അലീന വിട്ടുകൊടുത്തില്ല. അലീന പറഞ്ഞു, ഒരു നിമിഷം നിങ്ങൾ എവളെക്കുറിച്ച് ചിന്തിച്ചോ? ഇവളുടെ ഭാവി നിങ്ങൾ ചിന്തിച്ചോ? നിങ്ങൾ ഈ സമയത്ത് നിരപരാധി, അവർ അനുഭവിച്ച ആ കുടുംബം അനുഭവിച്ച തെറ്റ് ചെയ്യാണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആ പയ്യൻ്റെ അവസ്ഥ, അവൻ്റെ വീട്ടുകാരുടെ അവസ്ഥ, ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തം അവൻ്റെ അനിയത്തിയാണ്, അവൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എല്ലാം നിങ്ങളൊന്ന് ആലോചിച്ചോ? ആ കുടുംബം എന്തോരം മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് ഈ ഒരു അവസ്ഥയിലെത്തി. ഇപ്പം നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചു എന്നൊക്കെ ഉള്ളത് പറഞ്ഞു. ഈ സമയത്ത് നിങ്ങൾ അവളോടൊപ്പമല്ലേ നിൽക്കേണ്ടത്? അതോ അവളെ ഇങ്ങനെ കമൻറ്റുകളും മറ്റുമൊക്കെ പറഞ്ഞ് അവളെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റാണ്ട് നിങ്ങൾ അവളെ തളർത്തിക്കളയാണോ വേണ്ടതെന്നൊക്കെ പറയണം കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് മനു അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതാരാ ഈ പറയണേ? നമ്മുടെ അലീന തന്നെയാണോ ഇതൊക്കെ സംസാരിക്കണത്? മനു പോലും അതിശയിച്ച് പോവുകയാണ് കേട്ടോ. പക്ഷേ അലീനയുടെ ഈ സംസാരവും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ബബിതയ്ക്ക് പെട്ടെന്ന് ആ പോയൊരു ധൈര്യം വീണ്ടും വരെയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ ധൈര്യത്തോടു കൂടി അവരെ നേരിടണം, അവരുടെ കമൻറ്റിനെ എങ്ങനെയാണ് നേരിട്ടത് അലീന, ആ ഒരു ധൈര്യമാണ് ബബിത അവിടെ കണ്ടത്. ബബിതയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു കോൺഫിഡൻ്റ് ഒക്കെ വരെയാണ് കേട്ടോ. അങ്ങനെ അലീന അവരോട് പറഞ്ഞു, നിങ്ങൾ അവളെ ഒരു പെൺകുട്ടിയാണ്, അവൾക്കും ഉണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഒരു ജീവിതം, അവൾക്കും പഠിച്ച് ഒരു നിലയിലെത്തി നല്ലൊരു ജോലി നേടി അവൾക്കും അവളുടെ കുടുംബമൊക്കെ നോക്കണ്ടേ? നിങ്ങൾ ഈ സമയത്ത് അവളെ നിരുത്സാഹപ്പെടുത്തുകയാണോ വേണ്ടത്? അവളുടെ ധൈര്യം ചോർത്തിക്കളയാണോ വേണ്ടത്? നിങ്ങളെ ഒരു പെങ്ങളെപ്പോലെ കരുതിയിട്ട് അവൾക്കൊരു ധൈര്യം കൊടുത്ത് അവളെയും ജീവിതത്തിലോട്ട് നിങ്ങളും കൂടെ കൈ പിടിച്ച് കയറ്റണം എന്നൊക്കെ അലീന പറഞ്ഞു കേട്ടോ. ആ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ സൈലൻ്റ് ആയിരുന്നു കേട്ടോ. ആർക്കും ഒന്നും പറയാനില്ല. അതിനുശേഷം അലീന ബബിതേനെയും കൊണ്ട് നേരെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. ബബിതയ്ക്ക് പിന്നെ ഒന്നും പറയാനില്ല. ബബിതയ്ക്ക് എന്തെന്നറിയില്ല, ഒരു പ്രത്യേക ഒരു ധൈര്യവും ഒരു ഇതും പെട്ടെന്ന് വരെയാണ്. അങ്ങനെ ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തി ബബിത ഓക്കെ ആയി കഴിഞ്ഞ് അലീനയും നമ്മുടെ മനുവും കൂടെ തിരിച്ചു വരെയാണ്. മനുവിന് ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല. നമ്മുടെ അലീന തന്നെയാണോ, ഇവർക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ സാധിക്കുന്നു എന്നുള്ള ചിന്തയായിരുന്നു മനുവിൻ്റെ ഉള്ളിൽ മൊത്തം. എന്നിട്ട് മനു ക്ലാസ് വിട്ട് ക്ലാസ്സിൽ ബബിതേനെ ആക്കിയിട്ട് അലീനയും കൂട്ടി കാറിൻ്റെ അടുത്തോട്ട് പറയണം. അപ്പം മനു ചോദിച്ചു, അല്ല എൻ്റെ പൊന്നലീനെ, നീ തന്നെയാണോ ഇതൊക്കെ സംസാരിച്ചത്? നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ധൈര്യം കിട്ടണോ? അപ്പോൾ അലീന പറഞ്ഞു, നമ്മൾ വളർന്ന സാഹചര്യം മനുവേട്ടാ, നമ്മളിവിടെ തളർന്നു കഴിഞ്ഞാൽ അവളുടെ ജീവിതം, അവൾക്ക് പറ്റുന്നത്രത്തോളം ധൈര്യം കൊടുക്കുക. എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചു അലീന എന്നൊക്കെ പറഞ്ഞ് അലീനെ കുറേ പൊക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ പുകഴ്ത്തുകയാണ്. എന്ന് വെച്ചാൽ നിനക്ക് പറ്റുള്ളൂ വേറൊരാൾക്കും ഇങ്ങനെ സംസാരിക്കാനും ഈ സമയത്ത് ഇത്ര ഒരു സപ്പോർട്ട് കൊടുക്കാനൊന്നും എന്നെക്കൊണ്ട് പോലും പറ്റിയില്ല, കാരണം നമ്മൾ തളർന്നു പോകും എന്നൊക്കെ മനു പറഞ്ഞു. എന്നിട്ട് കാറിൽ കയറിയ ശേഷം അലീനയോട് മനു പറഞ്ഞു, അതെ, എനിക്ക് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം അലീന ചോദിച്ചു, എന്താ മനുവേട്ടാ പറഞ്ഞു? അതെ, ഇപ്പോഴല്ല, ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയും. ശരി, ആയിക്കോട്ടെ. അല്ല, എന്നാലും എന്താണെന്നെങ്കിലും ഒന്ന് പറയാൻ പാടില്ലേ? വീട്ടിലെത്തിട്ടടി എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞ് അലീന പറഞ്ഞു, ഞാനിപ്പോൾ ചായ എടുത്തിട്ട് വരാം, മനുവേട്ട ഇരിക്കാൻ പറയും. അതെ, വന്നിട്ട്
എന്നിട്ട് ആൻറ്റി ഒന്ന് പോയി കാണട്ടെ, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഇതുവരെയും ആൻറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. അപ്പോൾ ശരി മനോട്ടാ, ഞാൻ എന്നാൽ ചായ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് അലീന ചായ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ആ സമയത്താണ് നമ്മുടെ വൈജയന്തിയുടെ റൂമിലോട്ട് ആൻറ്റി എന്ന് വിളിച്ചിട്ട് നമ്മുടെ മനു കയറി ചെല്ലുകയാണ്. ആ നീയോ, എന്തായി? എന്താവാൻ, നമ്മുടെ ബബിത കോളേജ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഇരുത്തി എല്ലാം ഓക്കെ ആക്കി സെറ്റ് ചെയ്തു വന്നു. അലീനയും കൂടെ ഉണ്ടായിരുന്നു. ഓ, അവളില്ലാണ്ടിരിക്കുമോ? അവളല്ലേ ഇപ്പോഴത്തെ വലിയ ഒരു എന്താ അതിനൊരു ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ, ഇവിടുത്തെ ഒരു പ്രതിരൂപോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് വൈജയന്തി ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ എല്ലാവരുടെയും ഒരു ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അലീനയെ അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യും പോലെ സംസാരിക്കുകയാണ്. അപ്പം മനു ചോദിച്ചു, എൻ്റെ ആൻറ്റി ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ലേ? അവൾ എന്ത് തെറ്റാ ചെയ്തത്? ബബിതയ്ക്ക് ധൈര്യം കൊടുത്ത് അവളെ കോളേജിലേക്ക് വിട്ടതാണോ അവൾ ചെയ്ത തെറ്റ്? പിന്നെ എന്തിനാണ് ആൻറ്റി അവളെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ മനു പറഞ്ഞു. അയ്യോ, എനിക്ക് ആരോടും ഒരിതില്ല, ഈ വീട്ടിലുള്ള ഒരു വ്യക്തികളോടും എനിക്ക് ഒരു ഇഷ്ടവുമില്ല. കാരണം അവരെല്ലാവരും അലീനയുടെ സെറ്റാണ്. അലീനയോട് ബന്ധമുള്ള അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവരെ ആരും എനിക്കും ഇഷ്ടമല്ല. ഈ പറയണ നിന്നോട് പോലും എനിക്ക് ദേഷ്യമാണെന്ന് പറയും. അയ്യോ, അതെന്താണ് ആൻറ്റിയുടെ മക്കളും ഭർത്താവും ഒക്കെ അല്ലേ ഇവർ? പിന്നെ അലീന ഓരോരുത്തർക്കും ഓരോ രീതിയിൽ സപ്പോർട്ടല്ലേ ചെയ്തത്. രോഹിത്തിനെ പോലും എത്രത്തോളം റിസ്ക് എടുത്ത് രോഹിത്തിനെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. രോഹിത്തിനോട് അവൾ രോഹിത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ത്യജിച്ചു എന്നൊക്കെ പറഞ്ഞ് അലീനയെക്കുറിച്ച് പറയണേ. അതെ, അവളുടെ പുരാണമൊന്നും നീ എന്നോടടിക്കണ്ട. പിന്നെ നീ എന്തേ വന്നത്, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചിട്ട് മനു അവിടെ നിന്ന് ഇറങ്ങണം. കാരണം വൈജിയായിട്ട് അധികം സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഉള്ള ഇതും കൂടെ പോവും, ആ ഒരു ബന്ധം പോവും. കാരണം അങ്ങനത്തെ സംസാരമാണ് വൈജയന്തിയുടെ വായിൽ വരത്തുള്ളൂ. കാരണം വെച്ചാൽ അലീനെക്കുറിച്ച് കുറ്റവും കുറവും മാത്രമേ ഉള്ളൂ. ആ ഒരു പെൺകുട്ടി കാരണമാണ് ഇന്ന് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ മക്കൾ മൂന്നും ഈ രീതിയിൽ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ കാണായിരുന്നു, അത്രയേ ഉള്ളൂ. ആ കുടുംബം പണ്ടേ പോയേനെ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്കിളിനെ പോയി കാണേനെ നമ്മുടെ മനു. എടാ മനു, വാടമോനെ, നിന്നെ രാവിലെ ഇച്ചിരി തിരക്കായിരുന്നുടാ, നിന്നോടൊന്നും അധികം സംസാരിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. എന്തൊക്കെയുണ്ടടാ വിശേഷം? ഹരിയുടെ കാര്യം എന്തെങ്കിലും? എന്ത് പറയാനാ അങ്കിളെ, ഒന്നും ആയിട്ടില്ല. പിന്നെ ബബിതയെ കോളേജിൽ കൊണ്ടുവിട്ടു, അലീന വല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ ഈ കുടുംബത്തിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി അലീന ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ബാലചന്ദ്രന് ഭയങ്കര ഒരു ഇതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ബാലചന്ദ്രൻ്റെ കുടുംബം ഈ ഒരു രീതിയിൽ എത്തിപ്പറ്റുകയാണെങ്കിൽ അത് അലീനയുടെ മാത്രം മിടുക്കൊണ്ടാണ്. അത് ബാലേന്ദ്രനും എല്ലാവർക്കും അറിയാം. മക്കളൊക്കെ ആണെങ്കിലും ഇന്ന് ഈ നിലയിലെത്തിയത് ഈ രീതിയിൽ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് അലീനയുടെ കഴിവ് തന്നെയാണ്. എന്നിട്ട് മനു പറഞ്ഞു, അങ്കിളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ മനു, പറഞ്ഞു. അതെ, അങ്കിള് ഹരിയുടെ കാര്യം ഒന്ന് അലീനയുടെ അടുത്ത് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. അതെന്താടാ? അപ്പം മനു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശിവൻ പറഞ്ഞ കാര്യങ്ങളിങ്ങനെ അലീനയുടെ അടുത്ത് പറഞ്ഞ് ശരണ്യനെ കൊണ്ടൊന്ന് റെക്കമെൻഡ് ചെയ്ത് ഹരിക്ക് എങ്ങനെയെങ്കിലും ഒരു ജാമ്യം മേടിച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല ഈ കാര്യം നീ അലീനയോട് സംസാരിച്ചോ? ഇല്ലെങ്കിലേ ഞാൻ പറഞ്ഞില്ല, അവളോടത്ത് ഒരു കാര്യം പറയാനുണ്ട് എന്നേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. പറയാതിരുന്നെങ്കിൽ അത് വലിയൊരു കാര്യം. കാരണം നിന്നെക്കുറിച്ച് നിനക്കൊരു റെസ്പെക്റ്റും ബഹുമാനവും എല്ലാം അവൾ തന്നിട്ടുണ്ട്. നീ ഇത് പറഞ്ഞിരുന്നു എങ്കിൽ ആ ഒരു ബഹുമാനവും സ്നേഹവും എല്ലാം അവളിൽ നിന്ന് നഷ്ടമാകുമായിരുന്നു. കാരണം നീ ഒന്ന് ആലോചിച്ച് നോക്കണം, ഹരിക്ക് വേണ്ടി ഒരു വാക്ക് പോലും ശരണ്യയുടെ അടുത്ത് അലീന സംസാരിച്ചിട്ടില്ല. എനിക്ക് പേര് മറപ്പോയി, നമ്മുടെ രോഹിത്തിന് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും ശരണ്യയുടെ വീട്ടിൽ അലീന പോയെങ്കിലും രോഹിത്തിന് വേണ്ടി ഒരു വാക്ക് പോലും അലീന സംസാരിച്ചിട്ടില്ല. രോഹിത്ത് നിരപരാധിയാണ് എന്ന് അറിഞ്ഞിട്ട് കൂടിയും അലീന സംസാരിച്ചിട്ടില്ല. കാരണം അവൾ സംസാരിക്കില്ല അങ്ങനെ ആ കുട്ടിയുടെ സിമ്പതി അവൾ പിടിച്ചു പറ്റില്ല. ആ കുട്ടിക്ക് പക്ഷെ മനോധൈര്യം അലീന കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹരി അങ്ങനെയല്ല. ഹരി തെറ്റ് ചെയ്തവനാണ്. ആ തെറ്റ് ചെയ്തവൻ അവന് വേണ്ടിയിട്ട് അലീന സംസാരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം അനുജന് വേണ്ടി അവൾ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇതിരിക്കെ ഹരിക്ക് വേണ്ടി അവൾ സംസാരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്കറിയാം അലീനയുടെ മനസ്സും അവളുടെ രീതികളും അവളുടെ ആ ഒരു മൈൻഡും ഒക്കെ എനിക്കറിയാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഹരിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. എത്ര നാളായി അമ്മയാണെങ്കിൽ അങ്ങനെ, അച്ഛനും ഒരു വശത്ത് ഇങ്ങനെ, ആകെ ഒരു എന്തെങ്കിലും ഒരു പഴുത് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ചോദിച്ചത്. അതെ, നീ ഇത് അലീനയോട് ചോദിക്കണ്ട. അപ്പം
കാരണം മനുവിനറിയാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അലീനയോടത്ത് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അവൾ എനിക്ക് തന്നിട്ടുള്ള ആ ഒരു ബഹുമാനവും സ്നേഹവും അതോടുകൂടി നഷ്ടപ്പെടും. അത് തന്നെയാണ് ബാലചന്ദ്രൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത്. നിനക്കറിയാവോ, ഒരു തെറ്റും ചെയ്യാണ്ട് അവൻ ജയിൽ ശിക്ഷ അനുഭവിച്ചപ്പോഴും എൻ്റെ മകൻ ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നല്ലോ. അപ്പോൾ പോലും ഞാൻ എത്രത്തോളം സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിനക്ക് അറിയാവുന്നല്ലേ, ഇപ്പോൾ ഹരിയുടെ അവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ. തെറ്റ് ചെയ്യാണ്ട് എൻ്റെ മകൻ ആ ശിക്ഷ അനുഭവിക്കണു എന്ന് കേട്ടപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ എങ്ങനെയാടാ, ഞങ്ങളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കൂടി രോഹിത്തിനെ ഒരു പടിയെങ്കിലും ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ അത്രത്തോളം അലീന കഷ്ടപ്പെട്ടിട്ടാണ്. കാരണം രോഹിത്തിൻ്റെ കാര്യത്തിൽ അവൾ അത്രത്തോളം അവൻ്റെ കെയർ ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു അമ്മയുടെ, ഒരു ചേച്ചിയുടെ സ്നേഹം, സാമീപ്യം ഒക്കെ അവൾ കൊടുക്കുന്നുണ്ട്. നിനക്കറിയാവോ. അപ്പോൾ അലീനയുടെ ക്യാരക്ടർ നീ മനസ്സിലാക്കിയിട്ടില്ല ഇത്രയും നാളും. അതുകൊണ്ട് മനു, നീ ചോദിക്കേണ്ടടാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. ഹരി, മനു മാറിപ്പോണ്ട. ഹരി ജയിലിൽ കിടക്കുന്ന ആൾ, മനു ഹരിയുടെ ഏട്ടൻ. അപ്പോൾ എനിക്ക് തന്നെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറിപ്പോയോ എന്നൊരു ഡൗട്ട്. അഥവാ അങ്ങനെയെങ്കിലും ആണെങ്കിൽ ഒന്ന് ക്ഷമിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ മനുവിൻ്റെ അടുത്ത് അത് ചോദിക്കേണ്ടെന്ന് പറഞ്ഞ് മനുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നാളെ വരുന്ന സീനും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും പേരുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മുത്തുമണീസൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.